അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഞാൻ പറഞ്ഞ പൊതുവേ ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയല്ല ആർട്ടിസ്റ്റുകൾ പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള കാലത്താണ് ഞാൻ ഈ പറയുന്നത്. അവരെ വിചാരം ഇത് OTT ഒക്കെ ഭയങ്കരമായിട്ട് കച്ചവടം, ഇത്ര രൂപയുണ്ട് അത്ര രൂപ. എന്തിനും ഇനി അടുത്ത കാരണങ്ങൾ ഞാൻ പറയാം. ക്യാരവാനിൽ പൈസ തന്നിട്ട് ക്യാരവാനിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ഷൂട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അവസാനം ഞാൻ അസോസിയേഷനെ അന്ന് രാവിലെ ഇൻവോൾവ് ചെയ്യിച്ച് എങ്ങനെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യണം. അതായത് മുഴുവൻ പൈസ പോലുമില്ല, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന ഹോട്ടലിൽ ഇന്ന റൂം എനിക്ക് വേണമെന്ന് വാശി പിടിച്ച താരങ്ങളുണ്ട്. അപ്പം ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാലയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇതിനൊരു എൻഡ് കാണത്തില്ല. അങ്ങനെ മനസ്സിലല്ലേ? നാളെ രാവിലെ ഇത്ര രൂപ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ നടന്മാരുണ്ട്. അപ്പം അതെല്ലാം അതാ പറഞ്ഞു, ഞാൻ അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരിയായിട്ട്. പക്ഷേ അത് സിനിമയ്ക്കും ഗുണം ചെയ്യത്തില്ല, പേഴ്സണലി എനിക്കും ഗുണം ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുകയാണ്. ഇത് എല്ലാ നടന്മാരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് പറ്റിയ ദുരനുഭവം 1-2 ആൾക്കാരിൽ നിന്ന് മാത്രമാണ്. അവരെക്കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും സിനിമ ചെയ്തതിൽ ഞാൻ പറയുന്നു, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൈസ കുറവായിട്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഷൂട്ടിംഗ് തീർത്ത അവസ്ഥ എനിക്കറിയാം നേരിട്ട്. ശ്രീ ദിലീപ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്, മമ്മൂക്ക ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നില്ല എല്ലാ നടന്മാരും ഇതാണ് പരിപാടി, ഇല്ല. ഇതിന് ഈ സമയം ഒരു സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയും ഇനി ഞാൻ ഷൂട്ടിങ്ങിന് വരില്ല, ഡബ്ബിങ്ങിന് വരില്ല, ഇതാന്ന് പറയുന്ന രീതിയിലേക്ക് സിനിമയോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ അവരുടെ സൗകര്യങ്ങളും അവരുടെ പൈസയും മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രവണത മാറണം എന്ന് മാത്രം. ഇതൊരു കോട്ടണി. ഇപ്പം ഞാൻ പറയണേ, എനിക്ക് സിനിമയിൽ പ്രതിഫലം കിട്ടിയിട്ടില്ലല്ലോ. എത്രയോ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് പ്രതിഫലം കിട്ടാതെ, പകൽ കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രതിഫലം കിട്ടാത്ത എത്രയോ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് മിണ്ടാതെ ഇത് സിനിമയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ എന്താ ചില താരങ്ങൾക്ക് മാത്രം ചില താരങ്ങൾ വളരെ ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ. ഇനി നാളെ ഇത് എന്താണ് പറയുന്നത്, ഇതിൽ നിന്നൊരു കറക്ഷൻ മെത്തേഡ് ഉണ്ടാവണം, കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.